ലോകകപ്പ് ഫൈനൽ സമാപിച്ചതോടെ ലയണൽ മെസ്സിക്കെതിരെ ഒരുപാട് വിമർശനങ്ങളും പരിഹാസങ്ങളും ഉയർന്നു വരുന്നുണ്ട്. സ്പെയിനെതിരെ മെസ്സി നിറം മങ്ങിയെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ഒരേ ഒരു മത്സരത്തിലെ മോശം പ്രകടനത്തിന്റെ പേരിൽ മെസ്സിയുടെ ഇതിഹാസതുല്യമായ കരിയറിനെ റദ്ദ് ചെയ്യാനാവില്ല. മഹാനായ ഡിയാഗോ മറഡോണ മെസ്സിയുടെ അതേ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ട്. 1986 മറഡോണ ലോകകപ്പ് ജയിച്ചു. 1990 മറഡോണയുടെ ടീം ലോകകപ്പ് ഫൈനലിലെത്തിയിരുന്നു. പക്ഷേ അന്നവർ വെസ്റ്റ് ജർമ്മനിയോട് തോറ്റുപോയി. 1990 ലോകകപ്പ് ഫൈനൽ അത്ര ആവേശകരമായിരുന്നില്ല. വെസ്റ്റ് ജർമ്മനി 23 ഗോൾ അവസരങ്ങൾ സൃഷ്ടിച്ചപ്പോൾ അർജന്റീനയ്ക്ക് ഒരേ ഒരു ശ്രമം മാത്രമാണ് നടത്താനായത്. അർജന്റീനയുടെ 2 കളിക്കാർക്ക് ചുവപ്പ് കാർഡ് കിട്ടുകയും മറഡോണ കണ്ണീരോടെ മടങ്ങുകയും ചെയ്തു. ആ പരാജയം മറഡോണയുടെ ലെഗസിക്ക് ഒരു പോറൽ പോലും ഏൽപ്പിച്ചിട്ടില്ല. മറഡോണ എക്കാലത്തെയും മികച്ച ഫുട്ബോളറാണെന്ന് അസംഖ്യം ആരാധകർ വിശ്വസിക്കുന്നുണ്ട്. അത്തരമൊരു ആദരവ് വരും തലമുറകൾ മെസ്സിക്കും നൽകും. 13-ാം വയസ്സിൽ വീട് വിട്ടിറങ്ങിയ ഒരാളാണ് മെസ്സി. അന്നയാൾ ഹോർമോൺ ദൗർബല്യം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. മെസ്സിയുടെ ചികിത്സക്ക് ആവശ്യമായിരുന്ന ഭീമമായ തുക മുടക്കാൻ തയ്യാറായത് ബാഴ്സലോണ മാത്രമായിരുന്നു. അങ്ങനെയാണ് അയാൾ ക്ലബ്ബ് ഫുട്ബോൾ കളിക്കുന്നതിന് വേണ്ടി സ്പെയിനിലെത്തിച്ചേരുന്നത്. അക്കാലത്ത് മെസ്സിക്ക് 4 അടി 6 ഇഞ്ച് പൊക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബെഞ്ചിലിരിക്കുന്ന സമയത്ത് മെസ്സിയുടെ കാൽ നിലത്ത് മുട്ടാറില്ലായിരുന്നു. പലരും അവനെ പ്രാണിയെന്ന് സംബോധന ചെയ്തു തുടങ്ങി. അക്കാലത്ത് മെസ്സി പല വിവേചനങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. സ്പെയിനിലെ ആൺകുട്ടികൾ കളിച്ചു പോന്നിരുന്ന ചില ടൂർണമെന്റുകളിൽ പങ്കെടുക്കുവാനുള്ള അനുവാദം മെസ്സിക്കില്ലായിരുന്നു. അന്ന് ബാഴ്സലോണയുടെ ജേഴ്സിയിൽ ബി ടീമിനെ പരിശീലിപ്പിച്ചിരുന്ന ഡിറ്റോ വലനോവ പിൻകാലത്ത് പറഞ്ഞു. കുട്ടിക്കാലത്ത് മെസ്സി ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ അന്നും അയാളുടെ സ്വഭാവത്തിന് 10-ൽ 10 മാർക്ക് നൽകാമായിരുന്നു. അങ്ങനെ കരിയർ ആരംഭിച്ച മെസ്സി ഈ 39-ാം വയസ്സിലും കത്തിജ്വലിച്ച് നിൽക്കുകയാണ്. അയാൾക്ക് എത്ര കയ്യടികൾ നൽകിയാലും അധികമാവുമോ? മറഡോണ 26-ാം വയസ്സിലാണ് ലോക കിരീടത്തിൽ മുത്തമിട്ടത്. എന്നാൽ ഖത്തറിലെ വേൾഡ് കപ്പിൽ കളിക്കാനെത്തുമ്പോൾ മെസ്സിക്ക് പ്രായം 35 ആയിരുന്നു. അന്ന് എല്ലാ നോക്കൌട്ട് മത്സരങ്ങളിലും സ്കോർ ചെയ്തുകൊണ്ടാണ് മെസ്സി അർജന്റീനയെ ട്രോഫിയിലേക്ക് നയിച്ചത്. 2026 കണ്ടത് മെസ്സിയുടെ ബീസ്റ്റ് മോഡായിരുന്നു. അയാൾ ഗോളടിക്കുകയും ഗോളടിപ്പിക്കുകയും ചെയ്തു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ബാഴ്സലോണയെ ആസ്പദമാക്കി ടേക്ക് ദ ബോൾ പാസ് ദ ബോൾ എന്നൊരു ഡോക്യുമെന്ററി പുറത്തിറങ്ങിയിരുന്നു. അതിൽ സാവി മെസ്സിയെക്കുറിച്ച് വിവരിക്കുന്നത് ഇങ്ങനെയാണ്. മെസ്സിയുടെ ഇടങ്കാലും വലങ്കാലും തലച്ചോറും മൂർച്ചയുള്ളതാണ്. അയാൾക്ക് ആക്രമണവും പ്രതിരോധവും വഴങ്ങും. പാസിങ്ങിലും ഡ്രിബ്ലിങ്ങിലും മെസ്സിക്ക് വലിയ വൈഭവമുണ്ട്. അപ്പോൾ സാവി ഒരു ചോദ്യം നേരിടുന്നുണ്ട്: മെസ്സി ഗോൾ കീപ്പറായാൽ എങ്ങനെയിരിക്കും? സാവിയുടെ മറുപടി ഇതായിരുന്നു: ഞങ്ങൾ ഇതുവരെ അത് പരീക്ഷിച്ചിട്ടില്ല. ചിലപ്പോൾ മെസ്സി ആ റോളിലും തിളങ്ങുമായിരിക്കും. ഒരു കംപ്ലീറ്റ് ഫുട്ബോളറാണ് മെസ്സി എന്നാണ് സാവി പറഞ്ഞു വെച്ചത്. സ്വന്തം രാജ്യമായ സ്പെയിൻ ലോകകപ്പ് വിജയിച്ചതിൽ സാവിക്ക് സ്വാഭാവികമായും ആനന്ദമുണ്ടാകും. എന്നാൽ ഈ പരാജയം മൂലം മെസ്സിയുടെ മഹത്വത്തിൻ്റെ ഒരംശം പോലും കുറയില്ല എന്ന് സാവിക്ക് ഉത്തമ ബോധ്യമുണ്ടാകും. അമേരിക്കയിൽ മെസ്സിയുടെ കണ്ണീർ വീണിട്ടുണ്ട്. പക്ഷേ നാം കോരിച്ചൊരിയുന്ന സ്നേഹത്തിൻ്റെ മഴയിൽ ആ കണ്ണീർ തുള്ളികൾ ഒലിച്ചു പോകും.